ഇന്ന് ഒരു പകലാണ്, രാവിലെയാണ്. ഞങ്ങള് നമ്മളെ അടുക്കളയിലെ ജോലിയൊക്കെ തീർന്ന് ശാന്തമായിട്ട് അമ്മാവിയും മരുമോളും കൂടെ ഇരിപ്പിടമൊക്കെ, അമ്മയ്ക്ക് ഇവിടെ അല്ലെങ്കിൽ അവിടെ ഇരിക്കുക, ഇരിപ്പിടമൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മളെ അടുക്കളയാണ് ഇന്നത്തെ വിഷയം. കാപ്പി ഇടണോ? പണിക്കാരെല്ലാം പോയി കഴിഞ്ഞ് ഞാൻ നമ്മുടെ മാത്രമായി വീടായി. മറ്റേത് എന്തരായിരുന്നു എല്ലാരും ബഹളങ്ങൾ, പണിക്കാരും ആകെ ബഹളങ്ങൾ. അടുക്കള കാണിച്ചു കൊടുത്താണേ? ഇല്ല, കാണിച്ചു കൊടുത്തില്ല. കണ്ട, പുതിയ അടുക്കള കാണിച്ചു കൊടുക്ക. അതെ, നമ്മളെ പുതിയ അടുക്കളയാണ് ഇനി നിങ്ങള് കാണാനുള്ളത്. പണി കഴിയുമ്പോ ഫുൾ വർക്കും കഴിഞ്ഞിട്ട് നിങ്ങളെ ഞങ്ങളുടെ കിച്ചൺ കാണിക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുൾ വർക്കും കഴിഞ്ഞു. ഇല്ല ഇല്ല ഇല്ല, പണിക്കാർക്ക് ചായയും കൊടുക്കാൻ പാടില്ലേ? ഒന്നും കൊടുത്തൂടാ? ഒന്നും കൊടുക്കാല്ലേ. അപ്പൊ പണിക്കാര് മനുഷ്യരല്ലേ അമ്മ? പണിക്കാർക്ക് കപ്പയൊക്കെ ഇട്ട് കൊടുക്കണ. ശരി, അമ്മ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ അടുക്കളയിലോട്ട് പോവാം. അപ്പൊ നമ്മുടെ വർക്ക് ഏരിയയിലോട്ട് പ്രവേശിക്കുമ്പോ, വർക്ക് ഏരിയ നിങ്ങൾ ലാസ്റ്റ് കണ്ടത് എനിക്കൊന്ന് പൊടിയൊക്കെ പിടിച്ചായിരിക്കും കണ്ടത്. കാര്യം തട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ വർക്ക് ഏരിയ കംപ്ലീറ്റ് ആയി. ഈ ബോക്സ് കണ്ട, ഇത് ആക്ച്വലി നമ്മള് പഴയ ബോക്സ് ആണ്, അകത്തിരുന്ന പഴയ ബോക്സ്. നമ്മൾ അതിനെ മിച്ചം വന്ന മൈക്ക എടുത്ത് ഇവിടെ കയറ്റി ഇങ്ങനെ നമ്മൾ സെറ്റാക്കിയതാണ്. ഇത് അകത്തിരുന്ന ഇതാണ്. അടിപൊളിയായിട്ട് നമ്മൾ വൃത്തിയാക്കി എടുത്ത് ഇവിടെ കയറ്റി. ഇവിടെ 2 ബോക്സ്. പിന്നെ ഇത് ഓപ്പൺ ആണേ. ഇതിനകത്ത് ഞാൻ മുളക്, മല്ലി, ഇങ്ങനത്തെ സാധനങ്ങൾ, അതായത് നമ്മൾ വാങ്ങുന്ന സാധനങ്ങളൊക്കെ ഇതിനകത്ത് എടുത്ത് വെക്കും. പിന്നെ ഇത് 4 ബാസ്ക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടേ. 1, 2, ഇനി 3. ഇതാ അറിയല്ല, നൈഫ് നമ്മളെ പാത്രങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ഇങ്ങനത്തെയൊക്കെ. ഇത് രാവിലെ നന്ദപ്പനൊന്ന് കൈ കിടത്തിയതാണ് ഇങ്ങനെ കാണുന്നത്. ഇത്രയും 4. ഓക്കെ. അയ്യോ, കുഞ്ഞിയുടെ ബോ കിടക്കണൊക്കെ. 4 ബാസ്ക്കറ്റ് ഇവിടെ. പിന്നെ ഇത് ഓപ്പൺ, വേണ്ട തട്ട് ചെയ്തിട്ടുണ്ടേ. അപ്പൊ നമുക്ക് പലവഞ്ഞനൊക്കെ എടുത്തിനകത്ത് കയറ്റാം. പിന്നെ ഇവിടെ എന്തേ തട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വയ്ക്കാൻ സാധനങ്ങളില്ലെന്നേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. അപ്പൊ ഇത് ഫുള്ള് മൾട്ടിവുഡ് ആണേ. മൾട്ടിവുഡിൽ മൈക്ക ഒട്ടിച്ച് ചെയ്തതാണേ. മൾട്ടിവുഡിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ, വെള്ളം വീണാൽ കേടാവില്ല. അപ്പൊ നമ്മൾ കിച്ചണിൽ മാക്സിമം എല്ലാവരും മൾട്ടിവുഡ് തന്നെ ചെയ്തേക്കാം. ഇങ്ങനെ അറിയുന്ന ഇൻഫർമേഷൻ നിങ്ങൾ പറഞ്ഞിരുന്നായിരിക്കും. ഇനി നമുക്ക് അകത്തോട്ട് പോവാം. അപ്പൊ ഇനി നമുക്ക് അവിടെ പഴയ കിച്ചണിലോട്ട് പോവാം. പഴയ കിച്ചൺ എങ്ങനെയാ നമുക്കൊന്ന് കണ്ടാലോ? ഇതാണ് നമ്മുടെ പഴയ കിച്ചൺ. ചുന്നരി ആയല്ലേ, ചുന്നരി കുട്ടപ്പിയായി. ഈ കബോർഡൊക്കെ തുറക്കണമെങ്കിൽ ഞാൻ ലാഡർ എടുത്ത് വെക്കണം. എനിക്ക് ലാഡറൊന്നും എടുത്ത് വെക്കണം, ഞാൻ ഇങ്ങനെ തുറക്കാൻ പറ്റും. പക്ഷെ സാധനം വെക്കാനാണ് പാട്. അപ്പൊ അതുകൊണ്ട് ഞാനൊരു ചെയർ എടുത്തിട്ട് കയറ്റി. ഇതിനകത്തൊന്നും വലിയ സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല, അതിനുള്ള സാധനങ്ങളൊന്നും ഇതിനകത്തില്ല. പിന്നെ വേണ്ട, ഇത് ഇത്രയും. ലോഫ്റ്റ് ഫുള്ള് കബോർഡാക്കി. ലോഫ്റ്റ് ഓപ്പണിംഗ് ആയിരുന്നു, നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറഞ്ഞു തരണ്ട. എന്റെ പഴയ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം. ലോഫ്റ്റ് ഫുള്ള് ഓപ്പണിംഗ് ആയിരുന്നു, നമ്മൾ അതിനെ ഇപ്പൊ ഫുള്ള് കബോർഡാക്കി. ഇനി നിങ്ങൾക്കറിയാം, ഇവിടെ 2 ആയിരുന്നു നമ്മുടെ പഴയ ബോക്സ് ഇരുന്നത്. അതിനെ മാറ്റിയിട്ട് നമ്മൾ പുതിയ ബോക്സ് ആക്കി. വേണ്ടോ, ഇങ്ങനെ സ്പ്ലിറ്റപ്പ് ആക്കിയിട്ട് നമ്മളിങ്ങനെ ചെയ്തു. ഇനി ഇതൊരു റോ. ഇതിനകത്ത് ഞാൻ ഇങ്ങനെയാണേ, ഇത് ഓപ്പോസിറ്റ് ആണ്. വേണ്ട, ഇതിനകത്ത് ഞാനിപ്പോ നമ്മുടെ ഹോസ്പിറ്റൽ ഫയൽസ് എടുത്ത് വെച്ചു. കാര്യം എപ്പോഴും അലമാര തുറക്കണം, പാടാ. അപ്പൊ ഞാൻ എടുത്ത് ഇങ്ങനെ കയറ്റി. പിന്നെ ഇതും അങ്ങനത്തെ തന്നെയാണ്. വേണ്ട, ഇനി അടുത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തേക്കുന്നത് GTPT ആണ്. അറിയുന്നവർക്കറിയാം, ഇതിനാണ് GTPT എന്ന് പറയുന്നത്. GTPT എന്താന്ന് വെച്ചാല് പാത്രങ്ങൾ കഴുകി ഉണക്കാനായിട്ട് വെക്കുന്ന ഇതാണ്ടോ. ഇതിനകത്തുനിന്ന് നമുക്ക് പാത്രം കഴുകിയിട്ട് വേണ്ടോ ഇങ്ങനെ വെള്ളം എടുത്ത് കളയാം. പാത്രം കഴുകി ഇതിൽ വെച്ചിട്ട് ഉണക്കാനായിട്ട് വെക്കുന്നതാണ്. എന്നിട്ട് വെള്ളം ഇങ്ങനെ എടുത്ത് കളയാം. പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ ഇങ്ങനത്തെ പ്ലേറ്റുകൾ ഇവിടെ ഇല്ല. നമുക്ക് സ്റ്റീൽ പാത്രങ്ങളേ ഉള്ളൂ. ഇത് ഈ ഒരെണ്ണേ ഉള്ളൂ. പാത്രങ്ങൾ വാങ്ങിയിട്ട് വേണം വെക്കാൻ. വാങ്ങാം,
വാങ്ങണം. കുറച്ച് ഇനിയിപ്പോ എന്തായാലും നമ്മളിപ്പോ കമ്മിങ് ഏപ്രിലും മാർച്ചിലൊക്കെ നമ്മുടെ യൂട്യൂബില് എന്റെ കുറച്ച് എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ വരും. അവർ വരുന്നുണ്ടെന്ന് പറയുന്നു. അത് ഇവിടുന്നും അല്ല, പുറത്തുനിന്നൊക്കെയാണ് വരുന്നത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മൾ കുറച്ച് പ്ലേറ്റ്സ് ഒക്കെ മേടിച്ചു വെക്കും. എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ പോവുള്ളൂ. അപ്പൊ അങ്ങനെ ആ സമയത്ത് സെറ്റ് ആക്കും. പിന്നെ ഇത് ചെയ്തേക്കുന്നത് ഫുൾ ഓപ്പണിംഗ് ആയിട്ടാണ്. സ്ലീക്കിന്റെ കമ്പനിയാണ്. കമ്പനി സ്ലീക്കാണ് കേട്ടോ, നല്ല കമ്പനിയാണ്. അതാണ് ചെയ്തേക്കുന്നത്. അപ്പൊ വാറന്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും വരില്ല. അങ്ങനെ പിന്നെ ഇതെന്തിനാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു സംശയം വരാം. ആക്ച്വലി ഇവിടെ നമ്മൾ വാട്ടർ പ്യൂരിഫയറിന്റെ കണക്ഷൻ ഇവിടെ പിടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ വാട്ടർ പ്യൂരിഫയർ സെറ്റ് ചെയ്യാനാണ് നമ്മൾ ഇത് ഇട്ടേക്കുന്നത്. ചെയ്യാം, കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ്. ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് തിളപ്പിച്ച് കുടിച്ചാൽ വെള്ളം മതി, വാട്ടർ പ്യൂരിഫയർ നമുക്ക് പിന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഹോൾഡ് ചെയ്തേക്കാണ്. ഇനി ഇത് ആക്ച്വലി ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇതിലെ ഞാൻ അരപ്പാമ്പേട്ട നമ്മൾ ആ ജീരകം, മല്ലി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെച്ചിരുന്നതാണേ. ഇതിനെ ഞാൻ മെഡിസിൻ റാക്കാക്കി. എല്ലാ വീട്ടിലും ഇപ്പൊ പ്രാധാന്യം ആഹാരത്തെക്കാട്ടി മെഡിസിൻ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് മെഡിസിൻ റാക്കാക്കി. ഇതിന്റെ പ്രൊമോഷൻ കിട്ടിയ കുറച്ച് ഓയിൽസും ഒക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് മെഡിസിന്റെ ആവശ്യമേ. ഇനി ഇത് നന്ദപ്പൻ ഇപ്പോ ദൈവാനുഗ്രഹം കൊണ്ട് വലിയ മെഡിസിൻസിന്റെ ആവശ്യമില്ല. അല്ലാണ്ട് കുറച്ച് സ്പ്രേയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് ഓക്കെ. പിന്നെ ഇത് കുഞ്ചിപ്പെണ്ണിന് ഇപ്പം ആന്റിബയോട്ടിക് കൊടുക്കും. കുഞ്ചിപ്പെണ്ണിന് ഒരു 2 വട്ടം ന്യൂമോണിയയുടെ ഒരു സ്റ്റാർട്ടിങ് വന്നിട്ട് 2 വട്ടം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് മാറ്റേണ്ടി വന്നു. അപ്പം എഗെയിൻ അവർക്ക് ചുമ വരുമ്പം ന്യൂമോണിയ, അതായത് കഫം വന്ന് ന്യൂമോണിയയിലോട്ട് പോകുന്ന ഒരു സ്റ്റേജ് ആവണം. അപ്പൊ അവർക്ക് നല്ല പ്രിക്കോഷൻ വേണം. ആന്റിബയോട്ടിക് ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുക. പിന്നെ ഇത് നമ്മുടെ ഷോബൂസിന്റെ മെഡിസിൻ കുറേ ഉണ്ട്. ഞാൻ എല്ലാം കെട്ടി പാക്ക് ചെയ്ത് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ചേക്കാണ്. നിറച്ച് മെഡിസിൻ ഉണ്ട്. അമ്മയ്ക്ക് ഇതേ അല്ല, ഞാൻ കുറെ വാരി കളഞ്ഞു. അപ്പൊ ഇത്രയാണ് നമ്മുടെ മെഡിസിൻ റാക്ക്. ഇനി നമ്മൾ താഴെ ഇങ്ങോട്ട് നീക്കിയാലേ തുറക്കാൻ പറ്റുള്ളൂ. ഇതിനകത്ത് വേണ്ട സ്റ്റെപ്പായിട്ട് 2 റാക്കായിട്ട് ചെയ്തേക്കാണ്. ഡിവൈഡേഷൻ ഉണ്ട്. വേണ്ടോ, ഞാൻ പിന്നെ നമ്മുടെ സ്റ്റീൽ പാത്രങ്ങൾ കുറേ ഉണ്ട്. ഹോസ്പിറ്റലിലത്തൊക്കെ ആയിരുന്ന സമയത്ത് മേടിച്ചത് കുറേ സ്റ്റീൽ പാത്രം. പിന്നെ നന്ദപ്പന്റെ, ചേട്ടന്റെ, കുഞ്ഞിന്റെ, എൻ്റെ ഒക്കെ ടിഫിൻ ബോക്സ് ഉണ്ട്. അതെല്ലാം മേളിൽ. പിന്നെ നമ്മളിവിടെ ചെയ്തേക്കുന്നത് താഴെ ഫുള്ള് ബ്ലാക്കും മേള് ഫുള്ള് വൈൻ റെഡും ആണ് ചെയ്തേക്കുന്നത്. വൈൻ റെഡിൽ ഡിസൈൻ വന്നതും ഇവിടെ ബ്ലാക്കിൽ ഡിസൈൻ വന്നതുമാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ മുന്നത്തെ കോമ്പിനേഷനും ബ്ലാക്കും റെഡും. ഇടയ്ക്ക് ഒരു വീഡിയോയിൽ ആരോ പറഞ്ഞിരുന്നു റെഡ് കിച്ചണിൽ വെച്ചത് ശരിയായില്ലെന്ന്. അങ്ങനെ എന്തോ ഒരു കമന്റ് ഞാൻ കണ്ടിരുന്നു. പക്ഷെ നമ്മുടെ പ്രീവിയസ് നമ്മുടെ കളർ കോമ്പിനേഷനും റെഡും ബ്ലാക്കും തന്നെ ആയിരുന്നു. അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു വിശ്വാസങ്ങളൊന്നും എനിക്കില്ല. ദൈവവിശ്വാസമുണ്ട്, എല്ലാത്തിലും എല്ലാവരും എല്ലാത്തിലും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ കളറിലൊക്കെ അറിഞ്ഞൂടാ. ഓക്കെ, ഇനി അടുത്ത് അവിടെ തുറന്നല്ലേ. അതെ, ഇവിടെ ഓപ്പണിങ്, നമ്മുടെ ഓപ്പൺ സാധനങ്ങളൊക്കെ വെക്കാനുള്ള വലിയ വലിയ ബക്കറ്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഓപ്പണിങ് ആയിട്ടിട്ടു. പിന്നെ ഇവിടെ നമ്മൾ ആക്ച്വലി പഴയ ഇതിന്റെ ഗ്യാസ് വെച്ചിരുന്ന പോർഷനാണ്, അത് നമ്മൾ ഫുള്ളി കവറാണ്. പിന്നെ വേണ്ട, ഇത് സിങ്കിന്റെ അടി വരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. കൊള്ളായിരിക്കും, കൊള്ളൂലെന്നൊന്നും ആരും പറയില്ല. ഇനി ലാസ്റ്റ് ഒരു സാധനം കൂടെ കാണിച്ചു തരാവേ. കണ്ട, ഒന്നേന്ന് കൂടെ ഇട്ടുതരാം. കണ്ട, ഇതാണ് നമ്മൾ ലാസ്റ്റ് ചെയ്ത. നമ്മൾ ആക്ച്വലി ഇതിന്റെ ഒരു ബ്ലൂ കളർ ചെയ്യാന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇതെടുത്തു. ഇനി ചിലപ്പോൾ നമ്മൾ ബ്ലൂവിലോട്ട് മാറ്റും. കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടം ബ്ലൂ. ഞാൻ ഇല്ലാതിരുന്ന സമയത്താണ് ചേട്ടാ ഈ വൈറ്റ് സെലക്ട് ചെയ്തത്. വന്നിട്ട് ഞാൻ ചോദിച്ചു ബ്ലൂ ഇട്ടാ പോരാന്ന് വെച്ചപ്പോഴാണ് ചേട്ടാ അയ്യോ നേരത്തെ പറഞ്ഞില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇനി നമുക്കൊരു ഇലക്ട്രീഷ്യൻ വർക്ക് വരുമ്പോൾ നമ്മൾ ഇതിനെ മാറ്റി ബ്ലൂ ആക്കും. ബ്ലൂ ആക്കുമ്പോൾ കുറച്ചും കൂടി നല്ല കളറായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കിച്ചൺ. ഇവിടെ ഞാൻ ആക്ച്വലി ഇവിടെ ഗ്രൈൻഡർ മാത്രമേ വെച്ചിട്ടുള്ളൂ, അല്ലാണ്ട് വേറൊരു സാധനവും ഞാൻ ഇവിടെ വെച്ചിട്ടില്ല. അങ്ങനെ കുറച്ച് സോപ്പണായിട്ട് കിടക്കട്ടെ എന്ന് കരുതി. ഇവളായിരുന്നല്ലോ നമ്മുടെ എല്ലാം സഹിച്ച അടുക്കള. ഇപ്പൊ പിന്നെ വെളിയില് ആ അടുക്കള നമ്മുടെ വർക്ക് ഏരിയയും അപ്പുറത്തെ ചായപ്പും കൂടെ ഒക്കെ വന്നുകൊണ്ട് അവൾക്കും ഇത്തിരി ആശ്വാസമുണ്ട്. ആ വർക്ക് ഏരിയ ഇച്ചിരി റെസ്റ്റിലാണ്. കാര്യം ചോറ് വേവിച്ചും മീനൊക്കെ ഞാൻ എടുത്ത് നമ്മുടെ വർക്ക് ഏരിയയിലല്ലോ ചായപ്പിലാണ് വെച്ചേക്കണം. എപ്പോഴും മാറിപ്പോവും. വീട്ടിൽ ആളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, വൃത്തിയായി കിടക്കും. അപ്പോ നമ്മളെ കിച്ചൺ ഇപ്പൊ എല്ലാവർക്കും സംശയം വരാം, അമ്മയെ ഒന്ന് കാണിച്ചുകൂടായിരുന്നോ എന്നൊരു ചോദ്യം വരാം. അമ്മ കണ്ടിട്ടുണ്ട് കേട്ടോ. അമ്മ വീടിനകത്തേറെ വിശാലമായിട്ട് കണ്ടിട്ടില്ല. അമ്മ ഞാൻ എങ്ങനെയാണ് അടുക്കളയിൽ എന്ത് പണിയാടി പെണ്ണെ നീ ചെയ്തതെന്ന് അമ്മ ചോദിച്ചപ്പോ ഇന്നതാ ജോലിയാണ് ചെയ്തതെന്ന് കാണിക്കാനായിട്ട് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചിട്ട് അകത്തേറെ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ അമ്മ കയറില്ല, അറിയാലോ അമ്മ അങ്ങനെ കയറത്തില്ല. പക്ഷെ കണ്ടു, കൊള്ളാന്ന് പറഞ്ഞു, നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ, നമ്മളെ മാതിരി അങ്ങനെയൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല.
അമ്മ ചോദിക്കും ഇതൊക്കെ എന്റെ ആവശ്യം എന്തിനാ ചോദിക്കണേ. കണ്ട അമ്മ തടവീട്ടും മതിയാവണില്ലേ അമ്മ നിങ്ങളെ മോന? കണ്ടാ കൊള്ളാമോ? ഇതാണ് നമ്മുടെ കുഞ്ഞ് ആൽബം. ഇതൊരു കുഞ്ഞ് പോക്കറ്റ് ആൽബം ആയിട്ട് നമ്മൾ ചെയ്തതാ. അനന്തപുരം മീഡിയ എൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ കൂടെ 5ാം ക്ലാസ് തൊട്ടാണെന്ന് തോന്നുന്നു. 5ാം ക്ലാസ് തൊട്ട് +2 വരെ പഠിച്ച എൻ്റെ ഫ്രണ്ട് അനൂജ് അർജുൻ, അവരാണ് വർക്ക് ചെയ്തത്. ഇത്രയും വർഷമായില്ലേ, 10 വർഷമായി. ഒരു കേടുമില്ലാണ്ട് ഇരിപ്പുണ്ട്. അങ്ങനെ അടുക്കള എല്ലാവർക്കും കാണിച്ചു കൊടുത്താ? എല്ലാവർക്കും കാണിച്ചു കൊടുത്തത്. എല്ലാരും കണ്ട് അടുക്കള. എല്ലാരും കണ്ട്. പുതിയ അടുക്കള എല്ലാരും കണ്ട്. എന്റെ വീട്ടിൽ അടുക്കളയൊന്നും വേണ്ട. വേണ്ടേ? വേണ്ട. ഒരടുക്കള വെച്ച് കേട്ടാ? വേണ്ട. എന്ത് അടുക്കള വെച്ചാ അയക്കണക്കാരി അവിടെയും കൂടെ പോയി ഞാൻ വേവിക്കേണ്ടി വരും. കാപ്പി ഇട്ട് കഴിക്കും. പിന്നെ ഒരു പാത്രം കാപ്പി ഇട്ടു. കാപ്പി ഇട്ട് വെച്ചാ വൈകുന്നേരം വരെ എടുത്തു കുടിക്കാം. പഞ്ചാര പഞ്ചാര കപ്പൊടി ഉണ്ടായിരുന്ന കാപ്പിയിട. അപ്പൊ നിങ്ങൾ ആഹാരം എങ്ങനെ കഴിക്കും? ആഹാരം കഴിക്കില്ല, കാപ്പി കഴിച്ചു കുടിക്കുക. ഇതാണ് കുഴപ്പം. പണ്ട് ഞാൻ വന്ന ഇടയ്ക്ക് കുടുംബ തറവാട് വീടായിരുന്നല്ലോ. തറവാട് വീട്ടില് അടുക്കളയൊക്കെ ഉണ്ട്. നിറച്ച് വിറവ്. അന്ന് ഈ പറമ്പ് ഫുള്ള് തെങ്ങായിരുന്നു. തെങ്ങിന്ന് ഓലയൊക്കെ വീണിട്ട് അന്ന് നമ്മൾ തേങ്ങ വിട്ടാനൊന്നും സമ്മതിക്കൂല. അന്ന് തേങ്ങ വിട്ടലൊക്കെ ഭയങ്കര റിസ്ക് ആയിരുന്നു. അപ്പം അമ്മ തന്നെ അതിൽ നിന്ന് പൊഴിഞ്ഞു വീണ തേങ്ങ പറക്കി വീടിനകത്ത് കൊണ്ടിടും. നല്ല മൂടാണെങ്കിൽ എൻ്റെ കൊണ്ട് തരും. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വീണ വിറകും ചൂട്ടും എല്ലാം കൂടെ ചവിട്ടി ഓടിച്ച് വെട്ടോത്തി ഉണ്ടായിരുന്നു. അതിനൊക്കെ നമ്മളെടുത്ത് മാറ്റിയതാ. ആ വെട്ടോത്തിക്ക് വെട്ടി ഓടിച്ച് ചെറിയ ചെറിയ പീസാക്കി കൊണ്ടുവന്ന് അടുക്കളക്കകത്ത് വെച്ചിട്ട് ചായപ്പൊടിയും തേയിലപ്പൊടിയും കൂടെ ഇട്ട്, ചായപ്പൊടിയും പഞ്ചസാരയും കൂടി ഇട്ട് ഇത്ര ഉള്ള ഒരു കലമുണ്ട്. കലമൊക്കെ നമ്മൾ ആ വീട് ഇടിച്ചപ്പോഴാണ് കളഞ്ഞത്. ഇത്ര ഉള്ള ഒരു കലത്തിൽ എനിക്ക് തോന്നുന്നു രാവിലെ ഞാൻ ഉറക്കണിച്ച് വരുമ്പോൾ ആ പുക പോണേണ് കാണുന്നത്. അത് തിളപ്പിച്ച് അത് തീരണത് വരെ കുടിക്കും. എന്നിട്ട് ഒരു 10-11 മണിയാകുമ്പോൾ വീണ്ടും ഇടും. അത് തീരണ വരെ കുടിക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് 4 മണിയാകുമ്പോൾ വീണ്ടും ഇടും. അത് ഇങ്ങനെ കുടിച്ച്, അതായത് ഇരുട്ട വെളുക്ക തേയില വെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു നമ്മൾ. എന്ന് വെച്ചാൽ അന്ന് ഇങ്ങനെ ഇതല്ലല്ലോ അവരുടെ രീതി, ഇതല്ലല്ലോ. ഭയങ്കര ദേഷ്യമല്ലേ. അപ്പൊ ഇപ്പൊ ഞാൻ പറയണ അമ്മ ചോറ് തരാന്ന് പറയുമ്പോ പണേ എനിക്ക് എന്ത് ചോറൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഈ തേയില വെള്ളത്തിനെ തന്നെ കുടിച്ചുകൊണ്ടിരിക്കും. തന്നെ അമ്മ? തേയിലവെള്ളോ കാപ്പിവെള്ളോ കുടിച്ചോണ്ടിരിക്കും. അന്ന് എന്റെ ഒന്ന് ചോറ് വാങ്ങിച്ച് തിന്നുമായിരുന്നോ? അത് ചോറ് ഇപ്പൊ മാറ്റിയെടുത്തപ്പോ ചോറ് തിന്ന്. ചോറ് വൈകുന്നേരം രാത്രി ചോറ് മതി. രാത്രി ഒരു നേരം മാത്രം ചോറ് തിന്ന് ഈ ഗുളികയെ തിന്നും കൊടുക്കണം. അന്ന് നമുക്ക് അടുക്കാന്ന് വെച്ചാ അടുക്കാൻ പേടിയാണ്. ഇപ്പൊ ഇല്ലല്ലേ, നമുക്ക് എന്തെങ്കിലും പോയി അമ്മ എന്ന് പറയാൻ ഒരു പേടിയാണ്. എന്തരമ്മ മാല കൊണ്ടുവരണ? ആര് കൊണ്ടുവരണം? സ്വർണ്ണം. ആര് സ്വർണ്ണമാലയൊക്കെ കൊണ്ടുവരണം നിങ്ങൾക്ക്? ഈ ഫോൺ വിളിച്ചു അമ്മ. ഇന്നലെ ഈ മാല പൊട്ടിച്ച് ഒട്ടിക്കുന്ന ഒരു വീഡിയോ ഇട്ടല്ലോ. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞ് മര്യാദയ്ക്ക് മാലയൊക്കെ ഇട്ടാലേ വരണവര് മാലയൊക്കെ തരുള്ളൂ. ഇപ്പൊ എന്നോട് ചോദിച്ചോണ്ടിരിക്കണ എന്ന് സ്വർണ്ണമാല കൊണ്ടുവരണെന്ന് ചോദിച്ചോണ്ടിരിക്കണ 2 ദിവസം കൊണ്ട്. പണ്ട് ഒരു ദിവസം ചേട്ടൻ എൻ്റെ കൂടെ പറഞ്ഞ് എന്തോ, അതായത് അന്ന് നമ്മളെ വീടിനകത്ത് അത് ഞാൻ പട്ടിയെ കുളിപ്പിക്കാൻ നേരത്ത് വെച്ച സോപ്പിൽ അല്ലെങ്കിൽ മുടിയാവൂലേ. എന്നോട് ചേട്ടൻ പറഞ്ഞ അമ്മയുടെ എന്തോ ഒരു കവറാൻ കണ്ടില്ലായിരുന്നോണ്ട് അമ്മ അന്ന് ഈ വീട് വെച്ചിട്ടില്ല. നമ്മൾ 4 മുക്കിലെ വീട്ടിലാണ്. അപ്പൊ ചേട്ടൻ എന്താ പറഞ്ഞ് അവിടെ ചെന്ന് എന്തോ ഒരു സാധനമാണ് നമ്മളെ വീടിന്റെ 4 മുക്കിലല്ല ആക്ച്വലി, ഈ വീട് പണി നടക്കുന്ന സമയം. അപ്പം അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന സമയം. അപ്പൊ എൻ്റെ കൂടെ പറഞ്ഞ് 4 മുക്കിലെ വീട്ടിൽ നിന്ന് എൻ്റെ കൂടെ പറഞ്ഞ് എൻ്റെ സഹോദരനുണ്ട്, അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു ഓട്ടോ ഡ്രൈവറും കൂടെ ആയിട്ട് ഇവിടെ വന്നിട്ട് ഒറ്റയ്ക്ക് ചേട്ടൻ എന്നെ ഇവിടെ ഉള്ള ഒരു പേടിയായതുകൊണ്ട് നീ സഹോദരൻ്റെ കൂടെ പോകുന്നു പറഞ്ഞ് ഞങ്ങള് 3 പേരും കൂടെ ഇതിനകത്ത് വന്നിട്ട് ഇപ്പൊ എനിക്ക് കയറാൻ പേടിയുണ്ട്, എങ്കിലും രണ്ടും കൽപ്പിച്ച് കയറിയിട്ട് എന്താ പറഞ്ഞ് എന്തിനോ ആണ് ഒരു കവറ് ഇതിനകത്തുനിന്ന് അമ്മയുടെ നിന്ന് വാങ്ങിച്ചതിനകത്തിടാൻ പറഞ്ഞു. എന്തോ സാധനം ഇതിനകത്തുനിന്ന് എടുക്കാനാണ്, ഞാൻ മറന്നുപോയി. വീട്ടിലെ വർക്ക് കിടക്കണോണ്ട് പുറകിലത്തെ ആവശ്യത്തിന് ജോലിക്കാർക്ക് എടുത്തു. ചേട്ടാ അന്ന് ആ തറവാട് വീടിനകത്ത് നടുക്കിലത്തെ മുറിയിൽ പൂട്ടിയിടും. അങ്ങനെ ഞാൻ ഇതിനകത്ത് കയറിയിട്ട് ഞാൻ നോക്കിയപ്പോൾ ഒരു കവർ എടുക്കണമല്ലോ. കവർ എടുക്കാനായിട്ട് നോക്കിയപ്പോൾ ഇവര് കുറേ കവറിനെ വാരി കൂട്ടി ഒരറ്റത്ത് വെച്ചേക്കുന്നു. നല്ല നല്ല കവറുകൾ, തുണി കവർ. ചേട്ടൻ തുണി കൊണ്ട് കൊടുക്കുന്ന കവറിനെ തുണി എടുത്ത് അലമാരിക്കകത്ത് വെച്ചിട്ട് കവറിനെ മാറ്റി വെച്ച് കുറേ ഉണ്ട്. ഈ അടുക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്
അതിൽ നിന്ന് ഒരു കവർ ഇങ്ങനെ എടുത്തപ്പോ ഇവർ ഓടി വന്ന് കവർ പിടിച്ചു വാങ്ങിച്ചു. അപ്പൊ എനിക്കാണെങ്കിൽ നാണക്കേടുണ്ട്. സഹോദരൻ പോട്ടെ, അവൻ നിൽക്കുന്നതിൽ പ്രശ്നം, മറ്റേ കൊച്ചുണ്ട്, വേറൊരു പയ്യനുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അടുത്ത കവർ എടുത്തു. അപ്പോൾ ഉടനെ അതും പിടിച്ചു വാങ്ങിച്ചു. അപ്പൊ ഉടനെ ശങ്കർ ഒരു പടി അവൻ സഹോദരൻ പുറകിലോട്ട് ഇറങ്ങി നിന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ ഒരു കവർ താമ്മ ഇത് കൊണ്ടുപോകാനെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാരും നിൽക്കുക അവരെ മുമ്പേ. ഇവിടെ കവറൊന്നുമില്ല. ഞാൻ തുറച്ചുപോയി. ഇവിടെ കവറൊന്നുമില്ല, നീ കവർ വേണമെങ്കിൽ കൊണ്ടുവരണമായിരുന്നെന്ന് പറഞ്ഞു. ഞാനും പിന്നെ അമ്മമാരും കൂടെ രണ്ടുപേരും കൂടെ അതിനകത്ത് കയറി എടുക്കാൻ പറ്റി. കാര്യം ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോലിക്കാർ സാധനങ്ങൾ കയറി എടുക്കും, അപ്പൊ അതിനെ സമ്മതിക്കണമെന്ന് കണ്ട പറഞ്ഞിട്ടുള്ളതുകൊണ്ട് സാധനം എടുക്കാൻ പറ്റി. കവറൊന്നും തന്നില്ല. ഞാനത് വാരി പിടിച്ച് എന്തോ വയറാണ് എന്താണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മള് മൂന്നുപേരും കൂടെ ആയിട്ട് വാരിപ്പറങ്ങിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ജോലിക്കാര് അന്ന് ജോലിക്കാരില്ല, ജോലിക്കാര് ചേട്ടൻ ഉണ്ടെങ്കിലേ ജോലി നടത്തുള്ളൂ. അപ്പൊ സാധനം കൊണ്ട് ഇതിനകത്ത് വെക്കാനാണ് വന്നത്. ചേട്ടൻ എന്തോ വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ പിന്നെ പറക്കിയെല്ലാം പറക്കിയെടുത്ത് ഇതിനകത്ത് ഈ ബാക്കിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ ഉരുങ്ങൊണ്ടോടി. അതൊക്കെ ഒരു ഓർമ്മ. ഇങ്ങനെ ഈ പൂച്ചക്കുട്ടിയെ പോലെ ഇരിക്കുമ്പോ അതൊക്കെ എനിക്ക് ഓർമ്മ വരും. അപ്പൊ അത് ഞാൻ നിങ്ങളുമായിട്ട് അങ്ങ് ഷെയർ ചെയ്തതന്നെ ഉള്ളൂ. അപ്പൊ എന്ത് പാവമായിട്ടിരിക്കുന്നു. ഭയങ്കര വരുന്നല്ലേ. എന്തമ്മ നിങ്ങൾ ഭയങ്കരമായിപ്പോയാ? ഞാനിപ്പ ഇങ്ങനെ ആരുമില്ലായിരുന്നു, എനിക്ക് ആരുണ്ടായിരുന്നു, ഞാൻ ഒറ്റത്തടിക്ക് മാത്രമല്ലേ ഉള്ളൂ. മുന്നേ പോലെ ചേർത്ത് നിൽക്കാൻ ആരുമില്ലായിരുന്നു. എന്നെ പോലെ ചേർത്ത് നിൽക്കാൻ ആരുമില്ലായിരുന്ന? എന്നിടത്ത് ആരും ഭയങ്കര പോണ്ടായിരുന്നു. അമ്മയും മരിച്ചു, അപ്പനും മരിച്ചു. ഇനി ആരുണ്ട്? ഇനി ആരുമില്ല. ഒരു മനുഷ്യരുടെ ആണുങ്ങളും ആരും കൊണ്ട് ഒന്ന് ചോർച്ച വെക്കും. എന്റെ കൂടെ ഒരു മനുഷ്യര് സംസാരിക്കില്ല. ഇപ്പോഴും അങ്ങനെയാണ്. വിഷമുണ്ടോ നിങ്ങക്ക്? താരത്തെ പഴം എന്റെ പഴം ഉണ്ട്. ഞാൻ പോണ്ടായിരിക്കും, ഞാൻ പോവാ. പിന്നെ ഈ മോളി പെണ്ണാ പറയും ഞാൻ പോണേ, 3 മണിയായി, ഇന്ന് ഞാൻ തുറക്കാൻ പറ്റും എന്ന് പറയും. വേറെ ആരും മിണ്ടൂലേ? വേറെ ആരും മിണ്ടേ. ഈ മനുഷ്യരുടെ നമ്മളോട് ഞാൻ പഠിച്ച് പേര് കൊണ്ടുപോയി ഇങ്ങനെ ആവൂലായിരുന്നു. സ്നേഹപ്പെടുത്തി കൊണ്ടുപോയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആവൂലായിരുന്നു എന്നാണ് പറയണത് അന്ന്. ആരിരിക്കുന്നേ? ആരോടെങ്കിലും പറഞ്ഞ കേൾക്കും. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കും, സ്നേഹിക്കാനായിട്ട് ഈ കോമ്പൗണ്ടിൽ വന്നാൽ നിങ്ങൾ സമ്മതിക്കൂ? ഇല്ല. നമ്മളെല്ലാ വശവും പറയണമല്ലോ. ചെറുക്കാനെ കൊണ്ടാണ് പണി. എന്തൊരു ചെറുക്കാനും ഉണ്ടായിരുന്നോണ്ട് ബോർഡിങ്ങിലായിരുന്നു. ചെറുക്കൻ ബോർഡിങ്ങിലായിരുന്നു. അല്ല, നമ്മൾ ഈ ആരെയും കുറ്റപ്പെടുത്തിയും പറയാൻ പാടില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ചെറുക്കനന്ന് ബോർഡിങ്ങിലായിരുന്നത് കൊണ്ട് ഇന്ന് സംരക്ഷിക്കാൻ മോനുണ്ട്, ഞാനുണ്ട്, പിന്നെ നമ്മളെ 2 മക്കളുണ്ട്, പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും ഉണ്ട്. മനസ്സിലായില്ലേ? മനസ്സിലായാ? എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി? വിഷമിക്കണ്ട ശോഭനെ, വിഷമിക്കണ്ട. അന്നമ്മക്ക് ആരുമില്ലായിരുന്നല്ലേ. അന്നില്ലാത്തവർ ഇന്നില്ലേ? എന്തൊരു ബലം? എന്തൊരു ബലോ? ഈ കാണുന്നവരുണ്ടല്ലോ, ഈ കാണുന്നവര് എന്തൊരു ബലം? അമ്മ അതല്ല, നമ്മൾ ആ ഫോട്ടോ എടുക്കുമ്പോ കാണുന്നില്ല ആൾക്കാര്, അവര് ചോദിക്കുന്നില്ലേ? അവരങ്ങ് പോകും. അവര് പോണില്ലല്ലോ. എല്ലാരും ചോദിക്കുമല്ലോ. എൻ്റെ കൂടെ ചോദിക്കും, ശോഭനാമ്മ എന്ത് ചെയ്യുന്നു, ശോഭനാമ്മയെ കണ്ടേ? നിങ്ങൾ ഒരു ഫോട്ടോ എന്നെ കാണാൻ നേരത്ത് ഒന്നും ചോദിക്കില്ലേ? അതിപ്പോ ആൾക്കാർ ചോദിക്കാത്തതിന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആൾക്കാരെ നോക്കണ്ടമ്മ. നമ്മൾ അടുത്തുള്ളവര് നമ്മളെ സ്നേഹിച്ചില്ലെങ്കിലും നമ്മളെ ദൂരെയുള്ള കാണാമറയത്തുള്ള ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. നമുക്കത് മതി. നമ്മൾ കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചിട്ട് ഒന്നും നേടാനില്ല. ഇപ്പൊ നമുക്ക് എന്താണോ നടക്കുന്നത് അത് തന്നെ അങ്ങ് നോക്കുക. നമ്മുടെ കിച്ചൺ വർക്ക്, നമ്മുടെ ഈ കിച്ചണിൽ അമ്മയോട് പറഞ്ഞപ്പോ അത് പറയണം തോന്നി. നമ്മുടെ കിച്ചൺ വർക്ക് നടന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മളെ ചുറ്റും നിൽക്കുന്നവരോ നമ്മളെ സ്നേഹിക്കുന്നവരോ നമ്മൾ അറിയുന്നവരൊക്കെ പറയും അത്യാഗ്രഹം എന്ന് പറയും അല്ലേ. അങ്ങനെയാണ്. ഇപ്പം ഞാനെന്ന് പറയുന്നത് ടു ബി ഫ്രാങ്ക്, ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇപ്പൊ ഈ വീട് എനിക്ക് കൊട്ടാരമാണ്. കാരണം 1 രൂപ ആരുടെയും സഹായമില്ലാതെ, 1 രൂപ നമ്മൾ ആരെയും ആശ്രയിക്കാതെ
ഞാനും എൻ്റെ ഭർത്താവും മാത്രം നമ്മുടെ കഷ്ടപ്പാടിലും വേർപ്പിലും ഉണ്ടാക്കിയ വീടാണത്. 1 രൂപ സഹായം പിന്നെ എൻ്റെ അമ്മ തന്നു, അത് പറഞ്ഞില്ലെങ്കിൽ ദൈവം പൊറുക്കില്ല. അമ്മ ഒരു 25,000 രൂപ അയൽക്കൂട്ടത്തിൽ നിന്ന് ചിട്ടിയെടുത്ത് തന്നു. പിന്നെ വീട്ടിൽ കയറിയ സമയത്ത് വെൺകലത്തിന്റെ കുടവും നിലവിളക്കും പിന്നെ തട്ടവും ഒക്കെ തന്നത് എൻ്റെ അമ്മയാണ്. ഇതല്ലാതെ എനിക്ക് ആരിൽ നിന്നും, ഭൂമിയിൽ ഒരാളിൽ നിന്നും എനിക്ക് 1 രൂപയുടെ സഹായം ഞങ്ങളെ വീടിനൊന്നും പറഞ്ഞ് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാനും എൻ്റെ ഭർത്താവും എത്ര പ്രൗഡായിട്ട് പറയുന്നു, ഞങ്ങളുടെ വേർപ്പിലുണ്ടാക്കിയ വീട്. അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ നമുക്ക് ഇൻകംപ്ലീറ്റൻസി ഉണ്ടായിരുന്നു. കാര്യം അറിയാലോ, ഒരു 2 ചെറുപ്പ പിള്ളേര്, ഒരു 22, 23 വയസ്സുള്ള ഒരു പെണ്ണും എൻ്റെ മോന് 6 മാസമായപ്പോൾ ഈ വീട് കംപ്ലീറ്റ് ആയി. 6 അല്ല, 1 വയസ്സായപ്പോൾ 6 മാസത്തിൽ തുടങ്ങി 1 വയസ്സായപ്പോൾ ഈ വീട് കംപ്ലീറ്റ് ആയി. അപ്പോ അന്ന് എനിക്ക് 23 വയസ്സും ചേട്ടന് ഞാനും ചേട്ടനും തമ്മിൽ 25 വയസ്സിന് വ്യത്യാസം, 28 വയസ്സും. അപ്പൊ ചെറുപ്പക്കാരായ 2 പിള്ളേര് വെക്കുന്ന ഒരു വീടാണ്. അതിൻ്റെതായ പക്വതക്കുറവുണ്ട്, അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഗൈഡൻസിന് ആരുമില്ല. ഇപ്പൊ എങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുതരാൻ ആരുമില്ല. പക്ഷെ നമ്മുടെ അറിവ് കൊണ്ടും നമ്മുടെ എന്താ പറയാ കഴിവ് കൊണ്ടും നമ്മൾ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ വീടാണത്. പിന്നെ അന്ന് ഞാൻ പറഞ്ഞല്ലോ, പൈസയുടെ ബുദ്ധിമുട്ടുകളുണ്ട്. എൻ്റെ താലിമാല വരെ ലാസ്റ്റ് കൊണ്ടുവന്ന് പണയം, ഇതല്ല താലിമാല, വേറെ ആയിരുന്നു, അത് വിൽക്കേണ്ടി വന്നു. അപ്പം അതുവരെ വിറ്റ്, താലി ഇതാണ്, മാല ഇതല്ല, വിറ്റിട്ടൊക്കെയാണ് നമ്മൾ ഈ വീട് കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ എന്നിട്ട് പോലും അത് കുറേ ഇൻകം, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ കണ്ട ഇതൊക്കെ ഇന്ന് നമ്മളത് ചെയ്യുന്ന പ്രൗഡായിട്ടാണ്. 10 വർഷം എടുത്തത് കംപ്ലീറ്റ് ചെയ്യാനാണെങ്കിൽ പോലും ആ 10ാമത്തെ വർഷമാണെങ്കിൽ നമ്മൾ അത് ചെയ്യുമ്പോൾ നമ്മളെ അന്നത്തെ അത്യാഗ്രഹമാണ് ഇന്നത്തെ ആഗ്രഹമായത്. അപ്പൊ എനിക്കിത് പറഞ്ഞു വരുന്നത്, ഈ വീഡിയോ കാണുന്ന പലരോടും എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഞാൻ ഈ 2ാമത് മൂക്കുകുത്തി, അല്ലെങ്കിൽ ഞാൻ ഹെയർ സ്ട്രൈറ്റ് ചെയ്ത്, പ്രൊമോഷൻ ആണെങ്കിൽ പോലും ഹെയർ സ്ട്രൈറ്റ് ചെയ്ത് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്. ഞാൻ എന്നോ ആഗ്രഹിച്ചൊരു കാര്യമാണ്, എൻ്റെ ഹെയർ സ്ട്രൈറ്റ് ചെയ്യണം, എനിക്ക് 2ാമത് മൂക്ക് കുത്തണം, അങ്ങനെ കുറെ ആഗ്രഹങ്ങൾ. നമ്മൾ എന്നോ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ലൈഫിൽ നടക്കുന്നത്. എന്ന മാതിരി എൻ്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആഗ്രഹിക്കുക. നിങ്ങളെ ചുറ്റുമുള്ളവർ അത്യാഗ്രഹമാണെന്നും, നിങ്ങൾക്ക് എന്താ പറയാ, അത്യാഗ്രഹത്തിന് വേറൊരു അർഹിക്കാത്തത് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ വാക്കുകൾ പറയുമായിരിക്കാം. പലരും കുത്തി നോക്കുമായിരിക്കാം, പലരും നമ്മളെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുമായിരിക്കാം. പക്ഷെ എന്നെങ്കിലും അറ്റ് ദ ഡേ, എവരി ഡോ ഹാസ് എ ഡേ എന്ന് പറയുന്ന പോലെ, നമുക്കൊരു ദിവസം നമ്മുടേതായിട്ടുള്ളൊരു ദിവസം ഉണ്ടാവും. അന്നാണെങ്കിലോ, നമ്മളെ ഈ കുറ്റപ്പെടുത്തിയ ഓരോ മനുഷ്യരും അന്ന് നമ്മളോട് നല്ലത് പറയുകയും ചെയ്യും. മനസ്സിലായില്ലേ? അത് മനുഷ്യരുടെ ഒരു പ്രത്യേകത. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മളെ നിരുത്സാഹപ്പെടുത്താനും വേദനിപ്പിക്കാനും, നമ്മളത് പ്രാവർത്തികമാക്കി കഴിയുമ്പോൾ സപ്പോർട്ട് ചെയ്യാനും മാത്രം കൂടെ നിൽക്കുന്നവരാണ് മനുഷ്യർ. കറക്റ്റ് പറഞ്ഞാല്, ജീവിച്ചിരിക്കുമ്പോൾ കുറ്റം പറയുകയും മരിച്ചു കഴിയുമ്പോൾ നല്ലത് പറയുകയും ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ആഗ്രഹിക്കുക. എൻ്റെ മോനൊരു എയിമുണ്ട്, അവനൊരു IAS കാരനാവണം, അല്ലെങ്കിൽ ഒരു IPS കാരനാവണം, ഇവനൊരു ആർമി ആവണം എന്നൊക്കെ. എനിക്കൊരു എയിമുണ്ട്, അവനൊരു കാർഡിയോളജിസ്റ്റ് ആക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾക്കൊക്കെ ആഗ്രഹിക്കാം. ചിലപ്പോൾ അവൻ ഇതൊന്നും ആയിരിക്കില്ല, കാര്യം അവന് ഭയങ്കര കാർ ക്രേസ് ആണ്. ഞാൻ ഇപ്പൊ ഈ ഇടയ്ക്ക് ചേട്ടനോട് പോലെ വല്ല മെക്കാനിക്കലും ആയി പോയാലോ ഒന്ന്. കാര്യം നമുക്ക് ആഗ്രഹിക്കാം, എല്ലാ പേർക്കും ആഗ്രഹിക്കാൻ പറ്റുന്നത്. അതിന് ചിലവൊന്നുമില്ലല്ലോ. നമ്മൾ സ്വപ്നം കാണുന്നതിന് ആർക്കെങ്കിലും വാടക കൊടുക്കണോ, പൈസ കൊടുക്കണോ? വേണ്ടല്ലോ. സ്വപ്നം കാണുക, ആഗ്രഹിക്കുക. എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾക്കത് നടത്തും. അപ്പൊ നിങ്ങൾ വിചാരിക്കുകയായിരിക്കും, ഇതിനു വേണ്ടിയിട്ട് നീ എന്ത് നടത്തിയെന്ന്. ഇൻ ദിസ് മൊമെന്റ്, ഈ മൊമെന്റിൽ ഞാൻ ഈ ഇരിക്കുന്ന ഇത്രയും കാമായിട്ട്, സമാധാനത്തോടെ, ഭയങ്കര സന്തോഷത്തോടെ ശോഭനയുടെ അടുത്ത് ഞാൻ ഇരിക്കുന്നത്, ഇതാണ് ഞാൻ നേടിയത്. എത്ര വർഷത്തെ എൻ്റെ പ്രയത്നമാണെന്ന് അറിയുമ്പോൾ, എൻ്റെ വീടിൻ്റെ കംപ്ലീറ്റൻസി പോലെ തന്നെ, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലെ പല കാര്യങ്ങളും ഞാൻ ആഗ്രഹിച്ചിട്ട് നടപ്പാക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ശോഭനയുടെ ഈ ഇരിപ്പ്. ഇതാരെ കൊണ്ടും സാധിച്ചിട്ടില്ലല്ലോ, ഇങ്ങനെ ഒരു ഇരിപ്പ്. ആരെല്ലാം ശ്രമിച്ചു, എന്തുമാത്രം കഷ്ടപ്പെട്ടു, എല്ലാവരും മാറ്റി നിർത്താനോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ അവളെ ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്ന് എന്നോട് കൂടി പറയുന്നവരാണ് നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നത്. അനുഭവമാണ്, ആരും മനഃപൂർവ്വം പറഞ്ഞതല്ല. ശ്രമിച്ചില്ല ആരും. ഞാൻ ശ്രമിച്ചു, വിജയിച്ചു. ഇതൊക്കെ തന്നെയാണ്. അതായത് ഞാൻ പറഞ്ഞ, എനിക്ക് നിങ്ങളെയൊക്കെ ഉപദേശിക്കാനായിട്ട് എൻ്റെ കയ്യിലുള്ള പ്രൗഡ് എഫേർട്ടാണ്. എനിക്ക് എല്ലാവരും ഉപദേശിക്കാൻ അർഹതയുണ്ടെന്ന് എനിക്ക് തോന്നാൻ കാരണം ആദ്യത്തെ വ്യക്തിത്വമാണ്. കാരണം അതാ ഇരിക്കുന്ന ആള്. ഇതിനെങ്ങനെ ആക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്നേഹിക്കേണ്ട അടുത്ത് സ്നേഹിച്ചും, വഴക്ക് പറയേണ്ട അടുത്ത് വഴക്ക് പറഞ്ഞും, വിരട്ടേണ്ട അടുത്ത് വിരട്ടിയും, കൂടെ ചേർത്ത് നിർത്തേണ്ട അടുത്ത് ചേർത്ത് നിർത്തിയൊക്കെ ഇങ്ങനെ ഈ പരുവത്തിലാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും എല്ലാവർക്കും ഭൂമിയിലെല്ലാം സാധിക്കും.
ആ സത്യം. ഇതിനെ ഇങ്ങനെ ഇരുത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ ആഗ്രഹങ്ങളൊക്കെ ഇപ്പൊ എനിക്ക് നിറവേറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും നിങ്ങൾക്കും പറ്റും ഇതുപോലെ. അപ്പൊ എനിക്ക് ഇതിൽ നിന്ന് തരാൻ പറ്റുന്ന ഒരു എന്താ പറയാ തരാൻ ഒരു മോട്ടിവേഷൻ ഇത് തന്നെയാണ്. ആഗ്രഹിക്കുക, നടപ്പാക്കുക. അമ്മ നമുക്കേ നിർത്തിയാലോ? കുറെ നേരം ആയില്ലേ തുടങ്ങിയിട്ട്, ജോലികളുണ്ട്. അപ്പൊ ടാറ്റ പറ. അമ്മ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അത് പറ. അതെല്ലാരും പറയണം കേട്ടോ, അത് പറയണില്ലാന്ന്. ലൈക്ക് ചെയ്യണം, പറ. ലൈക്ക് ചെയ്യണം, അങ്ങോട്ട് പോക്കി പറ, ഉറക്കെ പറ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഇത്രയും നിങ്ങൾ ചെയ്യണം കേട്ടല്ല. ഇത്രയും ചെയ്യണമെന്നും കൂടെ പറ. ഇങ്ങനെ പറയണം. അയ്യോ ഇങ്ങനെ ഇത്രയും ചെയ്യണമെന്ന് പറ. ചെയ്യണം.